ടാറ്റയുടെ വാഹനങ്ങൾ ഇടിയോടിടി. അതെ, ഭാരത് എൻക്യാപ്പിൽ ടാറ്റയുടെ വാഹനങ്ങൾ ക്രാഷ് ടെസ്റ്റിൽ ഇടിയോടിടിയാണ് നടക്കുന്നത്. നമസ്കാരം, കാർ ഇൻഫോ ചാനലിലേക്ക് സ്വാഗതം. ഒരു ചെറിയ കുടുംബം, ഭാര്യയും ഭർത്താവും കുട്ടികളും ഒരു ബൈക്കിൽ യാത്ര ചെയ്യുന്നത് കണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഈ വെയിലത്തോ മഴയത്തോ അത് കൊള്ളാതെ ഒരു ചെറിയ വാഹനം എന്ന സ്വപ്നമാണ്, ആ കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്വപ്നമായിരുന്നു രത്തൻ ടാറ്റയുടെ നാനോ കാർ. അത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒത്തിരി വിമർശനങ്ങൾ വന്നു. ആ വാഹനത്തിന് ക്രാഷ് ടെസ്റ്റിൽ വിജയിക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് ആ ടൂ വീലറിൽ നിന്നുള്ള ഒരു സുരക്ഷയായിരുന്നു. പിന്നീട് ടാറ്റയുടെ വാഹനങ്ങൾ പൂർണ്ണ വിജയത്തിലേക്ക് എത്തുന്നതാണ് നമ്മൾ കണ്ടത്. പിന്നീട് വരുന്ന എല്ലാവരും പറയുന്നത് സ്റ്റാർ റേറ്റിംഗ് ആണ്. രത്തൻ ടാറ്റ വീണ്ടും അതിലേക്ക് മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലും അദ്ദേഹത്തിൻ്റെ സ്വപ്നം ഇപ്പോൾ സാക്ഷാത്കരിച്ചിരിക്കുന്നു. മറ്റൊന്നുമല്ല, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ 3 വാഹനങ്ങളും, ടാറ്റയുടെ എല്ലാ വാഹനങ്ങളും, ടിയാഗോയും ടിഗോറും ഒഴികെയുള്ള ബാക്കി എല്ലാ വാഹനങ്ങളും ക്രാഷ് ടെസ്റ്റിൽ പൂർണ്ണ വിജയമാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ടാറ്റയുടെ ഏറ്റവും പുതിയ ടാറ്റ കർവ് EVയും ടാറ്റ കർവിൻ്റെ തന്നെ നോർമൽ പെട്രോളോ ഡീസലോ വാഹനവും 5 സ്റ്റാർ റേറ്റിംഗ് ആണ് നേടിയിരിക്കുന്നത്. കൂപ്പേ മോഡൽ ഇറക്കിയിരിക്കുന്ന ഈ ഒരു വാഹനം എല്ലാ രീതിയിലും 5 സ്റ്റാർ റേറ്റിംഗ് നേടിയിരിക്കുന്നു. മുതിർന്നവരുടെ കാര്യത്തിലും കുട്ടികളുടെ കാര്യത്തിലും 5 സ്റ്റാർ റേറ്റിംഗ് ആണ് നേടിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ടാറ്റയുടെ ഏറ്റവും പുതിയ നെക്സോൺ വാഹനവും. അതും ക്രാഷ് ടെസ്റ്റിൽ bncap, ഭാരതിൻ്റെ തന്നെ ഇന്ത്യയുടെ സ്വന്തം ക്രാഷ് ടെസ്റ്റിലാണ് ഈ 5 സ്റ്റാർ റേറ്റിംഗ് നേടിയിരിക്കുന്നത്. ഇതുകൂടാതെ റിസൾട്ട് വന്നിരിക്കുന്നത് മറ്റൊരു വാഹനത്തിൻ്റെതാണ്. അത് വേറൊന്നുമല്ല, സിട്രോൻ്റെ തന്നെയായിട്ടുള്ള വാഹനം. കൂപ്പേ മോഡൽ ഇറക്കിയിരിക്കുന്ന ബസാൾട്ട് എന്ന വാഹനമാണ് അതിൻ്റെ റിസൾട്ടാണ് വന്നിരിക്കുന്നത്. അതിന് 4 സ്റ്റാർ റേറ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. ലുക്ക് കൊണ്ട് ഒരുപോലെ ടാറ്റ കർവിന് വെല്ലുവിളിയായി വന്നിരിക്കുന്ന ഈ വാഹനം വിദേശ കമ്പനിയുടെയാണ്. അപ്പോഴാണ് ഇന്ത്യയുടെ സ്വന്തം ടാറ്റ വാഹനം 5 സ്റ്റാർ റേറ്റിംഗും നേടിക്കൊണ്ട് മുന്നേറുന്നത്. എന്തായാലും ടാറ്റ വാഹനങ്ങളുടെ സുരക്ഷയുടെ ക്രാഷ് ടെസ്റ്റിൻ്റെയോ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ക്രാഷ് ടെസ്റ്റിൽ പൂർണ്ണമായ എയർ ബാഗുകൾ, അതറിയാം, 60 കിലോമീറ്റർ മുകളിലാണ് ടെസ്റ്റ് നടത്തുന്നത്. 6 എയർ ബാഗുകളും കൃത്യമായി ഓപ്പൺ ആകുകയും കൃത്യമായിട്ടുള്ള റിസൾട്ടുകളാണ് നിങ്ങൾ കാണുന്നത്. ഒരു മനുഷ്യനെ വാഹനത്തിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയാണ് അപകടം പറ്റുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് വരുന്നത്, അതിൻ്റെ വ്യക്തമായ കാര്യങ്ങളാണ് ഈ റിസൾട്ടിലുള്ളത്. എന്തായാലും ഇനി ടാറ്റയുടെ വാഹനങ്ങൾ മേടിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് സുരക്ഷയെപ്പറ്റി ആലോചിക്കുക തന്നെ വേണ്ട. രത്തൻ ടാറ്റയുടെ ഒരു ദീർഘവീക്ഷണമാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ദൃഢനിശ്ചയമാണ് ഇന്ത്യൻ വാഹനങ്ങളിൽ ഇതുപോലെ റിസൾട്ട് നമുക്ക് ലഭിക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, വിദേശ വാഹനങ്ങളിലേക്ക് മാത്രമാണ് സുരക്ഷ എന്ന് കരുതി ഉപയോഗിച്ചിരുന്നവർക്ക് ഇപ്പോൾ ഇന്ത്യൻ നിർമ്മിത വാഹനത്തിൽ സുരക്ഷിതമായി യാത്ര ചെയ്യാം.